ഗോരഖ്പൂർ IITയിൽ മലയാളി വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിയായ നിതിനാണ് ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ചത്. 4ാം വർഷ എയ്റോസ്പേസ് വിദ്യാർത്ഥിയാണ് നിതിൻ. നാട്ടിൽ നിന്നും നിതിന്റെ സഹോദരനും അച്ഛനും ഗോരഖ്പൂരിലേക്ക് പുറപ്പെട്ടു. പുലർച്ചെ മറ്റ് സുഹൃത്തുക്കൾക്കൊപ്പം പഠനത്തിനായി പതിവായി എത്തുന്ന നിതിനെ കഴിഞ്ഞ വെള്ളിയാഴ്ച കാണാതായതോടെയാണ് സുഹൃത്തുക്കൾ അന്വേഷിച്ചിറങ്ങിയത്. നിതിൻ താമസിക്കുന്ന മുറിക്ക് മുന്നിൽ സുഹൃത്തുക്കൾ എത്തിയെങ്കിലും മുറി പൂട്ടിയ നിലയിലായിരുന്നു. പിന്നീട് ജനൽ ചില്ലുകൾ തകർത്തു നോക്കിയപ്പോൾ മുറിയുടെ സീലിംഗിൽ തൂങ്ങി മരിച്ച നിതിനെ കണ്ടെത്തുകയായിരുന്നു. കേസന്വേഷണത്തിൽ ജാഗ്രത പുലർത്തണമെന്നും സർക്കാരിന്റെ നയമനുസരിച്ച് പ്രവർത്തിക്കണമെന്നും പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി. ഒരു തരത്തിലുള്ള അഴിമതിയും വെച്ചുപൊറുപ്പിക്കില്ലെന്നും കേസന്വേഷണത്തിലും ക്രമസമാധാന പാലനത്തിലും ഒരു വീഴ്ചയും പാടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേർന്നുണ്ട്. ജിതിൻ, യോഗത്തിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി നൽകിയത്? മുഖ്യമന്ത്രി പങ്കെടുത്ത തിരുവനന്തപുരം മേഖലയിലെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് അദ്ദേഹം ഇത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. കേസന്വേഷണത്തിൽ കൃത്യമായ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിച്ചു. സർക്കാരിന്റെ നയം മനസ്സിലാക്കിക്കൊണ്ട് വേണം പോലീസുകാർ പ്രവർത്തിക്കാൻ. ഒരു തരത്തിലുള്ള അഴിമതിയും പോലീസിൽ വെച്ചുറപ്പിക്കില്ല. പക്ഷപാതത്തോടെ പോലീസുകാർ പ്രവർത്തിക്കരുത് എന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറയുകയുണ്ടായി. കേസന്വേഷണത്തിലും ക്രമസമാധാന പാലനത്തിലും ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. വീഴ്ചയുണ്ടായാൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടാകും. അവരും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. ഒപ്പം തന്നെ ലോക്കപ്പ് മർദ്ദനം പോലുള്ള പ്രാകൃത മുറകൾ ഒരു നിലയ്ക്കും അനുവദിക്കില്ല എന്നും പോലീസിൽ ക്രിമിനൽ വൽക്കരണം ഉണ്ടാകാൻ പാടില്ല എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പോലീസ് പ്രവർത്തനം കൂടുതൽ ജനോപകാരപ്രദവും സ്ത്രീ സൗഹൃദവുമാകണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. UAPA പോലുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കണം. പൊതുപ്രവർത്തകർക്കു മേലെ കാപ്പ ചുമത്തരുത് എന്നും മുഖ്യമന്ത്രി പോലീസുകാരുടെ യോഗത്തിൽ നിർദ്ദേശിക്കുകയുണ്ടായി. ഇത്തരത്തിൽ സർക്കാരിന്റെ പോലീസ് നയം വീണ്ടും പോലീസുകാർക്ക് മുന്നിൽ വിശദീകരിച്ചും പോലീസുകാർക്കെതിരെ അടുത്തിടെ ഉയർന്ന വിമർശനങ്ങളടക്കം ചർച്ചയാക്കിയുമാണ് മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിൽ സംസാരിച്ചത്. സംസ്ഥാന പോലീസ് മേധാവി DGP ലോക്നാഥ് ബെഹ്റയും പോലീസ് ഉപദേഷ്ടാവ് രമൺ ശ്രീവാസ്തവും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഇന്ന് നടന്നത് SIമാർ മുതലുള്ള മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്ത തിരുവനന്തപുരം മേഖലയിലെ പോലീസ് ഉന്നതതല യോഗമാണ്. വരും ദിവസങ്ങളിൽ മറ്റു മേഖലകളിലെ യോഗവും നടക്കും. ഇത്തരത്തിൽ ആദ്യമായാണ് താഴെത്തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വരെ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ മുഖ്യമന്ത്രി ഇത്തരത്തിൽ സംസാരിക്കുന്നത്. എന്തായാലും യോഗം 3 മണിക്ക് ആരംഭിച്ച് 1 മണിക്കൂറോളം നീണ്ട യോഗത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നയം വീണ്ടും വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പോലീസുകാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയത്. സൗമ്യ, ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മൂന്നാർ വിഷയത്തിൽ കോൺഗ്രസിന്റെ കുറ്റസമ്മതം. കയ്യേറ്റങ്ങൾക്കെതിരെ കഴിഞ്ഞ UDF സർക്കാർ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് UDF ഇന്ന് പ്രതിപക്ഷത്തായതെന്ന് രമേശ് ചെന്നിത്തല. കയ്യേറ്റങ്ങൾക്ക് മതചിഹ്നങ്ങൾ മറയായി ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും ചെന്നിത്തല കണ്ണൂരിൽ പറഞ്ഞു. മൂന്നാറിലെ കയ്യേറ്റ നടപടികളെ വിമർശിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനം ആരംഭിച്ചത്. എന്നാൽ വാർത്താസമ്മേളനത്തിലുടനീളം വൈരുദ്ധ്യപൂർണമായ നിലപാടുകളായിരുന്നു മുഴച്ചു നിന്നത്. ഒഴിപ്പിക്കൽ പ്രദേശത്തുള്ളവരുടെ അനുവാദത്തോടെ മാത്രമേ ചെയ്യാവൂ എന്നത് വലിയ തമാശയാണെന്ന് പരിഹസിച്ച ചെന്നിത്തല കയ്യേറ്റങ്ങൾക്ക് അനുകൂല നിലപാടാണ് മുഖ്യമന്ത്രിയും സർക്കാരും ചെയ്യുന്നതെന്ന് ആരോപിച്ചു. മതചിഹ്നങ്ങൾ വെച്ചുകൊണ്ട് വ്യാപകമായി കയ്യേറ്റം നടത്തുന്ന ഒരു നടപടിയോടും യോജിക്കില്ലെന്ന നിലപാടാണ് UDFന്റേതെന്നും ചെന്നിത്തല പ്രഖ്യാപിച്ചു. എന്നാൽ അടുത്ത വരിയിൽ അദ്ദേഹം പറഞ്ഞത് കുരിശ് JCB ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയത് ശരിയല്ലെന്നും നിയമ നടപടികളിലൂടെ ആകാമെന്നുമായിരുന്നു. ഏതെങ്കിലും മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കയ്യേറ്റങ്ങളെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമത്തോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. മതചിഹ്നങ്ങളെ കയ്യേറ്റങ്ങളുടെ ഒരു മറയായി ഉപയോഗിക്കുന്ന നടപടി ഒരിക്കലും ശരിയല്ല. അതേസമയം തന്നെ ഇന്നലെ JCB ഉപയോഗിച്ചായിരുന്നില്ല കുരിശ് പൊളിക്കേണ്ടിയിരുന്നത്. മുഖ്യമന്ത്രി അറിയാതെ 144 പ്രഖ്യാപിച്ചത് അത്ഭുതമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം UDFന്റെ കാലത്ത് ഒരു കയ്യേറ്റവും എവിടെയും നടന്നില്ലെന്നും ചെന്നിത്തല പറയുകയുണ്ടായി. അടുത്ത നിമിഷം വളരെ നേരത്തെയുണ്ടായ കയ്യേറ്റങ്ങളാണ് മൂന്നാറിലുള്ളതെന്നും ചെന്നിത്തല പറഞ്ഞു. വളരെ വർഷങ്ങളായിട്ടുള്ള കയ്യേറ്റങ്ങളൊക്കെയാണ്. ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഉണ്ടായിട്ടുള്ള കയ്യേറ്റങ്ങളൊന്നും അല്ലത്. വളരെ വർഷങ്ങളായി നടക്കുന്നതും പുതുതായി ഉണ്ടായതുമുണ്ട്. എന്നിട്ടും UDF സർക്കാരിന്റെ കയ്യേറ്റം ഒഴിപ്പിക്കാതിരുന്നത് എന്ന ചോദ്യത്തിന് VS അച്യുതാനന്ദൻ ചെയ്തതിന്റെ തുടർച്ച ചെയ്യാനല്ല നമ്മളെന്നായിരുന്നു മറുപടി. UDFന് കയ്യേറ്റ കാര്യത്തിൽ ഒന്നും ചെയ്യാനായില്ലെന്നും അതുകൊണ്ടാണല്ലോ UDF പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നതെന്നും തുറന്നു സമ്മതിക്കേണ്ടി വന്നു പ്രതിപക്ഷ നേതാവിന്. ഇല്ല, ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് വേണമെന്ന് ഞാൻ പറഞ്ഞേ. അന്നും അല്ല ചെയ്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഒത്തിരി പോരായ്മകൾ ഉണ്ടായതുകൊണ്ടാണല്ലോ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നത്. അല്ല, എടുക്കേണ്ടതായിരുന്നു, എടുത്തില്ല. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.
മുഖ്യമന്ത്രി റവന്യൂ മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും ശാസിച്ചുവെന്ന വാർത്ത തെറ്റെന്ന് സിപിഐ. മൂന്നാറിൽ ഒഴിപ്പിക്കൽ തുടരും. ഒഴിപ്പിക്കാൻ JCB വേണ്ട, നിശ്ചയദാർഢ്യം മതിയെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിൽ സർക്കാർ ഉചിതമായ തീരുമാനമെടുത്ത് മുന്നേറുകയാണെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരനും വ്യക്തമാക്കി. മൂന്നാർ വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത യോഗത്തിൽ റവന്യൂ മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും ശാസിച്ചുവെന്ന വാർത്തകളെ പാടെ തള്ളുന്നതായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം. നിങ്ങൾ കേട്ടോ ഞാൻ കേട്ടില്ല. നിങ്ങൾക്ക് കിട്ടുന്ന വിവരം എല്ലാം ശരിയായിരിക്കണമെന്നില്ല. നിങ്ങൾ അറിയുന്ന വിവരം നിങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രശ്നവും ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊന്നുമില്ല. മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടരും. ഒഴിപ്പിക്കാൻ JCB വേണ്ട, നിശ്ചയദാർഢ്യം മതിയെന്നും കാനം വ്യക്തമാക്കി. കയ്യേറ്റത്തിന്റെ കുരിശാണ് അവിടെ പൊളിച്ചത്. വീണ്ടും കുരിശ് നീക്കം ചെയ്തത് സർക്കാരിന്റെ നിലപാടുകളോടുള്ള വെല്ലുവിളിയാണെന്നും കാനം കൂട്ടിച്ചേർത്തു. JCB ഒഴിപ്പിക്കാൻ ഇപ്പോൾ എന്തിനാ JCB? അതിനൊന്നും ആവശ്യമില്ല. നല്ല നിശ്ചയദാർഢ്യം മതി. JCB ഇല്ലേലും ഒഴിപ്പിക്കാം. അത് ക്രിസ്തുവിന്റെ ത്യാഗത്തിന്റെ കുരിശല്ലാതെ കയ്യേറ്റത്തിന്റെ കുരിശാണ്. അല്ല, അത് ഗവൺമെന്റിന്റെ നിലപാടിനെ വെല്ലുവിളിക്കുന്നതാണ്. അതിന് യുക്തമായ നടപടി സ്വീകരിക്കും. ഇന്നിപ്പോൾ രാവിലെ കുരിശില്ലെന്ന് പറയുന്നത്. കയ്യേറ്റം ഒഴിപ്പിക്കൽ പൂമത്തയിലൂടെയുള്ള നടത്തമല്ല. പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ട ബാധ്യത LDF സർക്കാരിനുണ്ടെന്നും കാനം വ്യക്തമാക്കി. മൂന്നാറിൽ ഒരു കാരണവശാലും കയ്യേറ്റം അനുവദിക്കില്ലെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരനും പ്രതികരിച്ചു. കയ്യേറ്റം യാതൊരു കാരണവശാലും അനുവദിക്കില്ല. കയ്യേറ്റം ഒഴിപ്പിക്കുമെന്ന് തന്നെയാണ് ഗവൺമെന്റ് തീരുമാനം. ഇന്നലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ റവന്യൂ മന്ത്രി ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്ത് നടത്തിയ യോഗത്തിന്റെ തീരുമാനവും ഒരു കാരണവശാലും കയ്യേറ്റം അനുവദിക്കില്ല. കയ്യേറ്റം ഒഴിപ്പിക്കുക തന്നെ ചെയ്യും. അവിടെ ഗവൺമെന്റ് ആവശ്യമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. CPIM CPI നേതാക്കളുടെ കൂടിക്കാഴ്ചയെ വാർത്തയാക്കേണ്ട കാര്യമില്ലെന്നും CPI നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇടുക്കി പാപ്പാത്തിച്ചോലയിൽ കയ്യേറ്റമൊഴിപ്പിച്ച ഭൂമിയിൽ പോലീസ് കാവൽ ശക്തമാക്കി. സ്ഥലത്ത് സർക്കാർ ഭൂമിയെന്ന ബോർഡ് സ്ഥാപിക്കാൻ ജില്ലാ പോലീസ് മേധാവി റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെട്ടു. മരക്കുരിശ് സ്ഥാപിച്ച സംഭവത്തിൽ കസ്റ്റഡിയിലായവരെ പോലീസ് ചോദ്യം ചെയ്തു. മരക്കുരിശ് സ്ഥാപിച്ചതിനെക്കുറിച്ച് അറിയില്ലെന്ന് സ്പിരിറ്റ് ആൻഡ് ജീസസ് ട്രസ്റ്റ് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇടുക്കി സൂര്യനെല്ലി പാപ്പാത്തിച്ചോലയിൽ കയ്യേറ്റം ഒഴിപ്പിച്ച ഭൂമിയിൽ മരക്കുരിശ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട 2 പേരെയാണ് ചാന്തൻപാറ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വയനാട് കൽപ്പറ്റ സ്വദേശി രാജു, ഇടുക്കി രാജകുമാരി സ്വദേശി സെബാസ്റ്റ്യൻ എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലായത്. കയ്യേറിയ സർക്കാർ ഭൂമിയിൽ മരക്കുരിശ് സ്ഥാപിക്കുകയും വിവാദമായതിനെ തുടർന്ന് ഇത് എടുത്തുമാറ്റുകയും ചെയ്തത് ഇവരാണ്. പ്രസ്തുത സ്ഥലത്തുനിന്ന് 2 കിലോമീറ്റർ അകലെ വെച്ചാണ് സംശയാസ്പദ സാഹചര്യത്തിൽ ഇരുവരെയും പോലീസ് കണ്ടെത്തിയത്. ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായി സംസാരിച്ച ഇവർ സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന സംഘടനയുടെ ചെയർമാൻ ടോം സക്കറിയയുടെ പിക്കപ്പ് വാനിലാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. സ്ഥലത്ത് റവന്യൂ ഉദ്യോഗസ്ഥരും ജില്ലാ പോലീസ് സൂപ്രണ്ടും സന്ദർശനം നടത്തി. കയ്യേറ്റം ഒഴിപ്പിച്ച ഭൂമിയിൽ സർക്കാർ ഭൂമിയെന്ന് കാണിച്ച ബോർഡ് വെക്കണമെന്ന് റവന്യൂ വകുപ്പിനോട് SP ആവശ്യപ്പെട്ടു. സ്ഥലത്ത് ASIയുടെ നേതൃത്വത്തിൽ 10 അംഗ പോലീസ് സേനയെ SP-യുടെ നിർദ്ദേശപ്രകാരം വിന്യസിപ്പിച്ചു. അതേസമയം കയ്യേറ്റ ഭൂമിയുടെ ഉടമസ്ഥർ തങ്ങളല്ല എന്ന് വ്യക്തമാക്കി സ്പിരിറ്റ് ഇൻ ജീസസ് ട്രസ്റ്റ് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനം നടത്തി. മരിയ സൂസെ എന്ന വിശ്വാസിയുടെ ഭൂമിയിൽ കുരിശ് നവീകരിക്കുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായം മാത്രമാണ് തങ്ങൾ നൽകിയത്. അയാളുടെ കയ്യിൽ ഫൈനാൻഷ്യൽ ഇതില്ലാത്തതുകൊണ്ട് പുതുക്കി പണിയണമെന്ന് പറഞ്ഞതുകൊണ്ട് അതിന് വേണ്ട ഫൈനാൻഷ്യൽ സൗകര്യം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുരിശ് നീക്കുന്നതിന് മുമ്പ് നോട്ടീസ് നൽകിയിട്ടില്ലെന്നും ഇവർ പറഞ്ഞു. എന്നാൽ ഉടമസ്ഥ അവകാശമില്ലാത്ത ഭൂമിക്ക് എന്തിന് നോട്ടീസ് നൽകണമെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകാൻ ഇവർക്കായില്ല. ന്യൂസ് ബ്യൂറോ, ഇടുക്കി, തൃശൂർ. പാർട്ടി ചിഹ്നമായ 2 ലഭിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈക്കൂലി നൽകാൻ ശ്രമിച്ച കേസിൽ TTV ദിനകരൻ അറസ്റ്റിലായേക്കും. TTV ദിനകരനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രാജ്യസഭയിലേക്ക് വീണ്ടും മത്സരിക്കുമെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് CPIM. ബംഗാളിൽ നിന്നും കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കുമെന്നായിരുന്നു ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. എന്നാൽ കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് പാർട്ടി വ്യക്തമാക്കി. ഓഗസ്റ്റോടെ രാജ്യസഭാ MP കാലാവധി പൂർത്തിയാക്കുന്ന സീതാറാം യെച്ചൂരി വീണ്ടും മത്സരിക്കുമെന്നായിരുന്നു ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. ബംഗാളിൽ നിന്നും ഒഴിവരുന്ന 6 രാജ്യസഭാ സീറ്റുകളിൽ 5 എണ്ണത്തിൽ തൃണമൂൽ കോൺഗ്രസിന് വിജയിക്കാനാകും. ഒരു സീറ്റിൽ കോൺഗ്രസ് CPIM-നെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചെന്നും ആ സീറ്റിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വീണ്ടും രാജ്യസഭയിലെത്തുമെന്നുമായിരുന്നു വാർത്തകൾ. എന്നാൽ വാർത്ത പൂർണ്ണമായും നിഷേധിച്ച് നിലപാട് വ്യക്തമാക്കി CPIM രംഗത്തെത്തി. വാർത്ത അടിസ്ഥാനരഹിതമാണ്. CPIM ജനറൽ സെക്രട്ടറിക്ക് കോൺഗ്രസ് പിന്തുണ സ്വീകരിക്കേണ്ട സാഹചര്യമില്ലെന്നും പാർട്ടി അറിയിച്ചു. ബംഗാളിൽ കോൺഗ്രസ് CPM ബന്ധമുണ്ടാകുമെന്നും നേരത്തെ ചില മാധ്യമങ്ങൾ വാർത്ത സൃഷ്ടിച്ചിരുന്നു. ദില്ലിയിൽ ചേർന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗം തന്നെ ഇത്തരം ബന്ധങ്ങളില്ലെന്ന് വ്യക്തമാക്കിയതാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി.
ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നാളെ. പുറത്തുവന്ന അഭിപ്രായ സർവേ ഫലങ്ങൾ ബിജെപിക്ക് അനുകൂലമാണ്. എന്നാൽ വിമത സ്ഥാനാർത്ഥികൾ ബിജെപിക്ക് തലവേദന സൃഷ്ടിക്കുന്നു. രാജ്യതലസ്ഥാനത്തെ 96% മേഖലകളും ഉൾക്കൊള്ളുന്ന 3 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കാണ് നാളെ വോട്ടെടുപ്പ്. 272 വാർഡുകളിലേക്ക് 2315 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. നിലവിലെ ഭരണകക്ഷിയായ ബിജെപിയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഏറ്റുമുട്ടുന്ന ത്രികോണ മത്സരമാണ് ഇത്തവണ. ആം ആദ്മി പാർട്ടിയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ യോഗേന്ദ്ര യാദവിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്വരാജ് ഇന്ത്യയും മത്സരരംഗത്തുണ്ട്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടിയ ആം ആദ്മി പാർട്ടി MCD തിരഞ്ഞെടുപ്പിൽ കന്നി അംഗത്തിനിറങ്ങുമ്പോൾ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. രജൌരി ഗാർഡൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതും ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും തകർന്നടിഞ്ഞ കോൺഗ്രസിനും MCD തിരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്. രജൌരി ഗാർഡൻ ഉപതെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്താനായത് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. 10 വർഷമായി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരിക്കുന്ന ബിജെപിക്ക് ഭരണവിരുദ്ധ വികാരം മറികടന്ന് അധികാരം നിലനിർത്താനാകുമെന്നാണ് പുറത്തുവന്ന അഭിപ്രായ സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നത്. ടൈംസ് നൗ VMR സർവേ ആകെയുള്ള 272 വാർഡുകളിൽ ബിജെപിക്ക് 195ഉം ആം ആദ്മി പാർട്ടിക്ക് 55ഉം കോൺഗ്രസിന് 15ഉം ഇടത്ത് വിജയം പ്രവചിക്കുന്നു. ബിജെപി 179, ആം ആദ്മി പാർട്ടി 45, കോൺഗ്രസ് 26 എന്നതാണ് ABP സി വോട്ടർ സർവേ ഫലം. ന്യൂസ് ബ്യൂറോ, ദില്ലി. വരൾച്ചയിലില്ലാതാവുകയാണ് ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ജലസ്രോതസ്സായ പുഴ. കോഴിക്കോട് ബാലുശ്ശേരിയിലെ കോട്ടനടപ്പുഴയാണ് വരൾച്ചയിൽ വറ്റിവരളുന്നത്. ഒരു നാടിന്റെ മുഴുവൻ ജലസംഭരണിയായ മഞ്ഞപ്പുഴയുടെ ഭാഗമായി ഒഴുകുന്ന കോട്ടനടപ്പുഴയാണ് വറ്റിവരണ്ടുകൊണ്ടിരിക്കുന്നത്. കൊടും വരൾച്ച ഈ പുഴയെ അപ്പാടെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ബാലുശ്ശേരിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നായ കോട്ടനടപ്പുഴ ഇന്നിവിടം പുഴയായി കാണാൻ സാധിക്കുകയില്ല. പുഴയ്ക്ക് പകരം ചെറിയ ഒഴുക്കുകൾ മാത്രം. വരൾച്ചാക്കാലത്ത് ബാലുശ്ശേരി നഗരത്തിലും മറ്റു പ്രദേശങ്ങളിലും വെള്ളം എത്തിക്കുന്ന ഈ പുഴ മരണത്തിന്റെ വക്കിൽ കൂടിയാണ്. ഈ പുഴയിൽ വെള്ളമുള്ളപ്പോൾ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലൊക്കെ ധാരാളം വെള്ളം ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ വെള്ളം വറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലൊക്കെ വെള്ളം വറ്റുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ പുഴയിലെ വെള്ളം ആശ്രയിച്ചാണ് തൊട്ടടുത്ത വയലിൽ കൃഷി നടത്തി വന്നിരുന്നത്. വെള്ളം വറ്റിയതോടെ കൃഷി പോലും ഇറക്കാൻ കഴിയാതെ ദുരിതത്തിൽ ആയിരിക്കുകയാണ് ഇവിടുത്തുകാർ. പുഴയെ സംരക്ഷിക്കാനുള്ള ശാശ്വത പരിഹാരത്തിനായി സർക്കാരിന് 8.25 കോടിയുടെ ഒരു പദ്ധതി പഞ്ചായത്ത് സമർപ്പിച്ചിട്ടുണ്ട്. ഈ പദ്ധതി നിലവിൽ വന്നാൽ പ്രദേശത്തിന് വലിയ ആശ്വാസമാണ് അതുണ്ടാക്കുക. പുഴയെ സംരക്ഷിക്കാനായി ഉടൻ തന്നെ ഒരു തടയണ നിർമ്മിക്കണമെന്ന ആവശ്യവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. ഇവിടെ ഒരു പുഴ ഉണ്ടായിരുന്നു എന്നു തന്നെ വേണം പറയാൻ. ഒരു നാടിന്റെ മുഴുവൻ ജലസ്രോതസ്സായ പുഴയാണ് വറ്റിവരണ്ടുകൊണ്ടിരിക്കുന്നത്. വരൾച്ചയുടെ ഏറ്റവും ഭീകരമായ മുഖമാണ് ഇവിടെ കാണാൻ സാധിക്കുക. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. KSRTC ബസ് സ്റ്റാൻഡുകളും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി ക്ലീൻ KSRTC, ഗ്രീൻ KSRTC എന്ന പദ്ധതിക്ക് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ തുടക്കമായി. KSRTC MD MG രാജമാണിക്യം ഉദ്ഘാടനം ചെയ്തു. പൊതു ഇടം ശുചിയായി സൂക്ഷിക്കുക എന്ന സന്ദേശമാണ് ഈ പരിപാടിയിലൂടെ KSRTC മുന്നോട്ട് വയ്ക്കുന്നത്. KSRTC തൊഴിലാളികളും സന്നദ്ധ സംഘടനകളും സംരംഭത്തിൽ പങ്കാളികളായി. KSRTC മാനേജിംഗ് ഡയറക്ടർ MG രാജമാണിക്യം. KSRTCയുടെ പ്രൊമിസസും KSRTCയും ഒരു ക്ലീൻ KSRTC ക്യാമ്പയിൻ എന്നുള്ള ഭാഗമായിട്ടാണ് ഇന്ന് അതിൻ്റെ തുടക്കം കുറിച്ചത്. ഒരു ദിവസത്തെ പരിപാടിയല്ല, കണ്ടിന്യൂസ് പരിപാടിയാണ്. ഇതോടൊപ്പം KSRTCയുടെ തനതായ പ്രവർത്തനങ്ങളും സേവനങ്ങളും പൊതുജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാനും KSRTC ലക്ഷ്യമിടുന്നുണ്ട്. പൊതുജനാഭിപ്രായം രൂപീകരിച്ച് പ്രവർത്തനം മെച്ചപ്പെടുത്തി KSRTC എന്ന ബ്രാൻഡ് നാമം കൂടുതൽ സ്വീകാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു സൈബർ പ്രചരണ വിഭാഗം സൃഷ്ടിക്കാനും KSRTC ലക്ഷ്യമിടുന്നതായി MG രാജമാണിക്യം പറഞ്ഞു. എല്ലാ യൂണിറ്റുകളിൽ നിന്നും ഓരോ സൈബർ സന്നദ്ധ പ്രവർത്തകരിലൂടെ വാർത്തകൾ ശേഖരിച്ച് ക്രോഡീകരിച്ച് ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നീ നവമാധ്യമങ്ങളിലൂടെ നൽകുക, പൊതുജനങ്ങളിൽ നിന്ന് ഉയർന്നുവരുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സ്ഥാപനത്തിന്റെ വികസനത്തിനായി പ്രയോജനപ്പെടുത്തുക എന്നിവയാണ് ഈ പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. സൈബർ സന്നദ്ധ സേനയുടെ പ്രവർത്തനത്തിന് ക്ലീൻ KSRTC, ഗ്രീൻ KSRTC എന്ന സംരംഭത്തിനൊപ്പം തുടക്കമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പതക്കങ്ങൾ പുറത്തുനിന്നും ആരും എടുത്തിട്ടുണ്ടാകില്ലെന്ന് പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ. അകത്തുനിന്നും തന്നെയാണ് മോഷണം പോയിട്ടുള്ളതെന്നും G. സുധാകരൻ പറഞ്ഞു. ദേവസ്വങ്ങളിൽ ഇതുപോലെ പ്രധാന ദേവസ്വങ്ങളിലെല്ലാം വലിയ തോതിലുള്ള സ്വർണ്ണാഭരണങ്ങളും പവിഴം, മുത്ത് ഇതെല്ലാം ഉള്ളതാണ്. ഇത് വെളിയിൽ നിന്ന് ആരെങ്കിലും വന്ന് മോഷ്ടിച്ചു എന്നൊരു കേസ് അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഭക്തജനങ്ങൾക്കെല്ലാം വലിയ വേദനയുണ്ട്, പൊതുസമൂഹത്തിനുമുണ്ട്. അത് കണ്ടെത്തും.
അതെ അതെ, അത് സർക്കാർ തയ്യാറായിരിക്കുമല്ലോ, അതിന് ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ. ലോക ഭൗമദിനത്തോടനുബന്ധിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരത്ത് വാക്കത്തോൺ സംഘടിപ്പിച്ചു. കവടിയാർ മുതൽ കനകക്കുന്ന് വരെയായിരുന്നു വാക്കത്തോൺ. ഗവർണർ ജസ്റ്റിസ് പി സദാശിവം വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാം അടക്കമുള്ളവർ പങ്കെടുത്തു. ബാങ്കിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ജീവനക്കാരും വാക്കത്തോണിൽ പങ്കാളികളായി. അന്തർദേശീയ ശബ്ദമലിനീകരണ അവബോധ ദിനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് സൈക്കിൾ പ്രചരണ യാത്ര നടന്നു. ഏപ്രിൽ 26 ഹോൺ വിമുക്ത ദിനമായാണ് ഇത്തവണ ആചരിക്കുന്നത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംഘടിപ്പിച്ച വാഹന പ്രചരണ യാത്ര മാനവീയം വീഥിയിൽ നിന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. IMA ഭാരവാഹികളും പ്രചരണ യാത്രയിൽ പങ്കെടുത്തു.